ഈ ഒരു പ്രതിമ ഉണ്ടാക്കാനായിട്ട് 1000-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും 1,00,000-ലധികം പേർക്ക് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ സ്റ്റാച്ചുവിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം ഫുള്ള് നൈഫ് വെച്ചിട്ടാണ്. ഫുള്ള് നൈഫ് എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000-ലധികം നൈഫുകളാണ് ഈ സ്റ്റാച്ചു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റായ ബ്രാഡ്ലി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ലണ്ടനിൽ നടന്നിരിക്കുന്ന പല സ്ഥലങ്ങളിൽ വെച്ച് നടന്ന ഓരോ ക്രൈംസിൽ പോലീസ് പിടിച്ചെടുത്ത നൈഫാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം. ദാറ്റ് മീൻസ് 1,00,000 ക്രൈംസിൻ്റെ കഥയുണ്ട് ഈ ഓരോ നൈഫിനും പറയാനായിട്ട്. അധികം നൈഫ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്റ്റാച്ചുവിന് മൊത്തം 1,00,000-ലധികം ക്രൈംസിൻ്റെ കഥയായിരിക്കും പറയാനുള്ളത് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി, 1,00,000 ക്രൈംസ് ഇവിടെ നടന്നിട്ട് അതിൻ്റെ നൈഫ് വെച്ചിട്ട് ഒരു സ്റ്റാച്ചു ഉണ്ടാക്കുക, എന്താ പറയുക അല്ലേ? പക്ഷെ എൻ്റെ സംശയം ഇതൊന്നല്ല, ഇത്രയും ക്രൈംസിൽ പാർട്ടായിട്ടുള്ള ഈ ഒരു നൈഫ് വെച്ചിട്ട് ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവരതിനെ നൈഫ് ഏഞ്ചൽ എന്ന് ഇടാനുള്ള റീസൺ എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നൈഫ് ഡെവിൾ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.